ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സ്കൂളിൽ വീണ എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വീണയുടെ അച്ഛൻ വീണയുടെ മുഖത്തേക്ക് ചെരുപ്പ് വലിച്ചെറിയുന്നുണ്ട്. വീണ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. വീണ കൂടെയുള്ള അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇതാരാണെന്ന് കണ്ടുപിടിച്ചിരിക്കണം, അതിനെന്ത് നടപടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്നൊക്കെ പറയുന്നു. വീണ പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ തീരുമാനത്തിലെന്ന്. പ്രിൻസിപ്പൽ അപ്പോൾ ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നു. വീണ പറയുന്നുണ്ട്, ഇപ്പൊ എന്നോട് ചെയ്തത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിന് ചുറ്റും ചെരുപ്പേറായിരിക്കും, അത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണയോട് പ്രിൻസിപ്പൽ ക്ഷമ ചോദിക്കുന്നു. പത്മയോട് മേഡത്തെ കൂട്ടിയിട്ട് പോകാനെന്ന് പറയുന്നു. നിത്യ വീണ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീണ കഥ കടയ്ക്കാൻ പറയുന്നു. ശേഷം നിത്യയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ സ്കൂളുകാരും അതുപോലെ ഇവിടുത്തെ കുട്ടികളും രക്ഷകർത്താക്കളും ഒന്നും ശരിയല്ല, അന്തസ്സില്ലാത്തവരാണെന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, മേഡത്തോട് ശത്രുതയുള്ളവർ ആരോ അങ്ങനെ പെരുമാറിയതായിരിക്കുമെന്നൊക്കെ. വീണ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. എന്റെ സ്വഭാവം ശരിയല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നിത്യവും അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളോട് മോശമായിട്ട് പെരുമാറിയത് അങ്ങ് ക്ഷമിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ. പ്രിൻസിപ്പൽ മേഡം പറഞ്ഞിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഞങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നിങ്ങളുടെ എല്ലാ ഇൻഫ്ലുവൻസും അങ്ങ് പോകുമെന്നൊക്കെ പറയാണ്. നിത്യ പറയുന്നുണ്ട്, ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകാനെങ്ങാനും ശ്രമിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. വീണയുടെ സെക്യൂരിറ്റികൾ വീണയുടെ അച്ഛനെയും പിടിച്ചുകൊണ്ട് വീണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, ഇയാളെ പോലീസിൽ ഏൽപ്പിക്കട്ടെ എന്ന്. വീണ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ ഏൽപ്പിക്കേണ്ട, നിങ്ങൾ പൊക്കോളാൻ എന്ന് പറയുന്നു. വീണ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് അസൂയയാണോ? ഞാൻ രക്ഷപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എല്ലാത്തിനും പിന്നിൽ ഹരിയേട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നു. വീണയുടെ അച്ഛൻ വീണയുടെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ ഹരിയെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ. പെട്ടെന്ന് ഹരിയും അവിടേക്ക് വരികയാണ്. ഹരിയെ കാണുമ്പോൾ വീണ ഹരിയേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹരിയേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട എന്നൊക്കെ പറയുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ ഉദ്ഘാടനം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അസൂയെ കൊണ്ട് വിഷമിക്കുമെന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എന്നേ വെറുത്തു പോയതാണ്, എന്റെ മനസ്സിലോ എന്റെ ജീവിതത്തിലോ നിനക്കൊരു സ്ഥാനവും ഇല്ലെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിത്യം അവിടേക്ക് വരുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, എന്റെ അമ്മാവന്റെ ചെരുപ്പ് പോലും വിലപ്പെട്ടതാണ്, ആ ചെരുപ്പ് പോലും നിന്റെ ദേഹത്തെ സ്പർശിക്കാൻ അവകാശമില്ലെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹരി അമ്മാവനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. രണ്ടുപേരും പോയതിനു ശേഷം നിത്യ വീണയോട് പറയുന്നുണ്ട്, അവരെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കാതിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ഹരി പെട്ടെന്ന് നിത്യയും വീണയും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. വീണ അപ്പോൾ പറയുന്നുണ്ട്, നീ ഭയങ്കര ആളായിട്ടൊന്നും ക്ഷമയുണ്ട, നീയും നാടകമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ പേര് നിത്യ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. നീ വേഷം മാറിയല്ലേ പത്മ ടീച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നത്, നിന്റെ പേരും നിത്യ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നിത്യ എന്ന പേര് കേൾക്കുമ്പോൾ ഹരി ഞെട്ടിപ്പോകുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഹരി ഓർക്കുകയാണ്. വീണയുടെ കൂടെ നിത്യ വീട്ടിൽ വന്നിട്ട് പോയ കാര്യം മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു കഴിയുമ്പോൾ ഹരി വിചാരിക്കുകയാണ്, ഈ നിത്യയല്ലേ ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത്, ഇവൾക്കല്ലേ ഞാൻ കത്തെഴുതിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ്. ഹരി അപ്പോൾ വിചാരിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ തേടി നടന്ന നിത്യ ഇതാണോ? ഇത്രയും നാളും എന്റെ മുന്നിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ സ്നേഹിച്ച എന്റെ നിത്യയാണെങ്കിൽ ഇന്ന് ഞാൻ അത് തെളിയിക്കുമെന്നൊക്കെ ഹരി വിചാരിക്കുകയാണ്. ഹരി സ്വയം പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു കാറ്റ് എന്നെ തഴുകി പോകാറുണ്ട്, നീ തന്നെയാണ് അപ്പോൾ നിത്യ എന്നൊക്കെ സ്വയം പറയുന്നു. ശേഷം കാണിക്കുന്നത് സുജാത ജീവനെ പരിശോധിക്കുന്ന ഡോക്ടറിനെ കാണുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് ജീവന് ഓർമ്മ കിട്ടിയായിരുന്നു, പക്ഷെ ആ സമയത്ത് ഭയങ്കര വയലന്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു. പഴയകാല ഓർമ്മയിലേക്ക് പോയെന്നും നിത്യയെ കൊല്ലണമെന്നും ചതിച്ചവളാണെന്നും ഒക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു. നിത്യ ആരാണ്, നിങ്ങളുടെ റിലേറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുജാത അപ്പോൾ അറിയില്ല എന്നൊക്കെ പറയുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, ആ ഓർമ്മകളൊക്കെ കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കുഴപ്പമില്ല, എങ്കിലും സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ഏതായാലും സുജാത ഒന്ന് പോയി കാണാനെന്ന് പറയുന്നു. സുജാതയും ഡോക്ടറും കൂടി പോയി ജീവനെ കാണുന്നുണ്ട്. ജീവൻ കണ്ണു തുറക്കുന്നുണ്ട്. ജീവൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു. സുജാത ജീവന്റെ അടുത്തിരിക്കുന്നുണ്ട്. ജീവൻ അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ. സുജാത അപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പൊ ഒന്നും ഓർക്കണ്ട, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് റെസ്റ്റ് എടുക്കാനെന്നൊക്കെ പറയുന്നു.
ജീവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്റെ കൂടെ ഇരിക്കുമോ എന്നൊക്കെ. സുജാത എപ്പോൾ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാമെന്നൊക്കെ പറയുന്നു. സുജാത പോകാൻ തുടങ്ങുന്ന സമയത്ത് സുജാത വീണ്ടും ജീവൻ വിളിക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്